ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗുലാബ് റെസിപ്പി കാണിക്കാം. വളരെ എളുപ്പം, ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ അരക്കപ്പ് പാല് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്നതാണെങ്കിൽ നല്ല തണുത്തതിന് ശേഷം മാത്രം തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. എഡ്ജസ് സെപ്പറേറ്റ് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ വൈറ്റ് പാർട്ടൊക്കെ നല്ല ഫൈനായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ പാല് ബ്രെഡ് ക്രംസിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ബോൾസ് ആക്കി മാറ്റിയെടുക്കുക. നമ്മൾ എടുത്തു വെച്ച ബ്രെഡിൻ്റെ എഡ്ജസും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ 2 ടൈപ്പ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഷുഗർ സിറപ്പിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിന് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര സിറപ്പിന് ചൂട് പോണതിന് മുമ്പ് തന്നെ നമുക്ക് ആ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഇനി ബ്രെഡ് ബോൾസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വേഗം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ബ്രൗണിഷ് കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബോൾസ് ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പിൽ ഒരു 15 മിനിറ്റോളം കിടന്നതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. എന്നാലും അതിനൊരു കൃത്യമായിട്ടുള്ള ടേസ്റ്റും ഷുഗറൊക്കെ നന്നായി പിടിച്ചിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഓരോ ബോൾസും ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.